Hey guys, welcome back to Hey, you ain't stopping me. Hey, step aside, motherfucker. I said 23 over 93. Just set me free. VIP walking easily, so casually. ഹായ് ഗൈസ്, അജ്വത് വരാൻ പോവാണ്. അപ്പോൾ അജ്വത് അവിടെ ബസ് സ്റ്റോപ്പിലെത്തും. ഞാൻ അജ്വതിനെ പിക്ക് ചെയ്യാനാണ് ഈ പോയിക്കൊണ്ടിരിക്കണേ. അവനോട് ഞാൻ വണ്ടി കൊണ്ടുവരും എന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ ഇതാണ് വണ്ടി. കയറ്റം കഴിഞ്ഞു. ഇനി അജ്വതിൻ്റെ ഒരു ഹെവി സൈക്കിൾ റൈഡ് നമ്മൾ കാണാൻ പോവാം. മര്യാദയ്ക്ക് ആ കേശവടി ഇറങ്ങിയാൽ മതി. ഒരു 100 വട്ടം വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. എന്നിട്ട് അവന് കേശവടി ഇറങ്ങാൻ അറിയില്ല. പിന്നെ പുറത്തേക്ക് എനിക്കറിയണ്ടേ. ഓ അങ്ങനെ വന്നിട്ടില്ലല്ലോ. അതെ, റീൽസ് നോക്കിയിരിക്കണ സമയത്ത് പുറത്തേക്ക് നോക്കണം അല്ലേ? സത്യം. അതുകൊണ്ട് ഇപ്പൊ എന്താ, നമുക്ക് അവിടെ നിന്ന് ലെഫ്റ്റ് എടുക്കണേ. ഇത് വേറെ വഴി. ഇത് ഇതിന്റെ പേര് ഞാൻ പറഞ്ഞു. ഗ്രാമീണ ഭംഗി എങ്ങനെയുണ്ട്? താങ്ക്സ്. അന്യായ ചൂട്. അത് പിന്നെ എല്ലായിടത്തും അങ്ങനെയല്ലേ. എങ്ങനെയുണ്ട് എന്റെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട്? എഴുന്നേക്കട പറ്റി. ഒരു ഹെവി ഇറക്കാണ് വരാൻ മുന്തിരിയൊക്കെ അവിടെ എത്തുമ്പോഴേക്കും ജ്യൂസ് ആവൂട്ടാ. ആ കിട്ടി ഒരു ഹോൾഡ് ചെയ്തിട്ട് പതുക്കെ പതുക്കെ പതുക്കെ. ബ്രേക്ക് കുറവാ. ഇതൊക്കെ ആ നേരം ടയർ തിരിയണോ? പഴഞ്ചൻ തമാശ. കുഴി കുഴി ഏതാണ് പാടം വൈകി വീഡിയോ ഓൺ തന്നെയാ തോന്നുന്നു. ഫോക്കസ് അല്ലല്ലോ. ഒന്ന് തല മാറ്റിയത് പൊന്നിരുന്നു. 2 ദിവസം കഴിഞ്ഞ അവിടെ പൂരാ. അവിടെ കാണാൻ പോണ അമ്പലല്ലേ, അവിടെ പൂരാ. ബാക്കിലെ കൊള്ളം ഇല്ലല്ലോ, അതില് വെള്ളം ഉണ്ടാവില്ല. മഴയില്ലല്ലോ. മഴ പെയ്തല്ലേ. ആ വലിയ കാര്യമാണ്. ആ വീഡിയോ നൈസ് ചെയ്യുന്നുണ്ടല്ലേ. ഏതാ കാണാൻ ഭംഗിയില്ല. നീ വീഡിയോ ഇതടിച്ചിട്ട് പണ്ടാട്ടം. നേരത്തെ പറഞ്ഞില്ലല്ലോ. അവിടെ ഇതൊന്നല്ല കയറ്റം, ഇനി വരാൻ പോണതാണ് വെച്ച് കയറ്റം. ചവിട്ടല്ലോ ഗീയറിന്. എടാ എനിക്ക് ഇരിക്കാൻ പറ്റണില്ലോ. കുറച്ചേരം നീ ചവിട്ടു. അല്ല ഞാൻ ചവിട്ടാ, നീ നീ ഇങ്ങനെ കഷ്ടപ്പെടണ കാണുമ്പോ. ആരും പരീക്ഷിക്കാത്ത മുന്തിരി കറുമ്പളാണ് ട്രൈ ചെയ്യാൻ പോണേ. കണ്ടില്ലേ, വിളഞ്ഞു നിൽക്കുന്ന മുന്തിരി. വാവ്, തുടിക്കുന്ന അടയ്ക്കുന്ന മുന്തിരികൾ. നമ്മളിത് ഐസിലിട്ടല്ല, ഫ്രീസറിൽ വെച്ചിട്ട് ഐസാക്കി എടുക്കും. അപ്പൊ അത് കടിക്കുന്ന ഒരു ശബ്ദം വരും, കറുമ്പ്. അതാണ് മുന്തിരി സൗണ്ട് എഫക്ട്സ്. അത് കഴിഞ്ഞ് നമ്മൾ അതിൽ കുറച്ച് സാധനം ഇടും. കാണിച്ചാ ഗൈസ്, ഫസ്റ്റ് മാച്ചാണ്. 10 മിനിറ്റ് 1-0. ഞാൻ ബാഴ്സ, അജ്വത് സാറ് ആഴ്സണല്. നമുക്ക് നോക്കാം ആരാ ജയിക്കാത്. ഫസ്റ്റ് കളി നമ്മളങ്ങോട്ട് നോക്കി ഗൈസ്. ഒരു 3-2 ഏതാ കളി. അത് ഒരാള് റെഡ് കിട്ടി പോയി. നമ്മൾ എന്നിട്ടും പിടിച്ചു. അതിന് നൂബുകളൊക്കെയാണ് കളിക്കാൻ വിളിച്ചെന്ന് ആലോചിക്കുമ്പോളാ ബ്രദർ. ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായി. നല്ല മഞ്ചാടി പോലെ ഇട്ടുണ്ട്. ASMR അല്ല, ASMR വേണോ കടിക്കണന്റെ? എഡിറ്റ് ചെയ്ത് മുളക് പൊടി, ഉപ്പ്. സ്വന്തം വീട്ടിൽ ഉപ്പ് എവിടെയാ മുളക് പൊടി എവിടെയാന്ന് അറിയാത്തവനാ.
ഇവിടത്തെ എല്ലാം കിട്ടണ്ടോ? ഏയ്, എടാ എന്നെ കിട്ടുന്നു. ഒരു മയത്തിലൊക്കെ ഇട്ടാ നല്ല കുറച്ചായിട്ടുള്ളൂ. കാശ്മീരിയാണോ? ആ പിന്നെ എളനാട്. കാശ്മീരി കമ്പനി വിചാരിച്ചോണ്ടിരിക്കുന്നത്. ഡാ, മോനെ നീ നോക്കിട്ടുണ്ടാക്കണ്ട. കളറാവണില്ല, കളറാവണത് ഇങ്ങനെ ഓറഞ്ച് കളറിൽ ഇടണം. ഉപ്പും കൂടി ഇട്. ഉപ്പിടാ. തടി പിടിച്ചിരിക്കുക. വെളിച്ചെണ്ണ വെച്ചോ? അമ്മ നമ്മളെ വെളിച്ചെണ്ണ വെച്ച് തരുമോ? അല്ല വേണ്ട ഇതിൽ വെച്ച് മസില ഓ ഇഡിലും സാധനല്ലേ കാണുമ്പോഴേ വെള്ളം വരുന്നു. അത് അമ്മേനെയും കോണിച്ച് പറഞ്ഞല്ലോ. കളർ കണ്ടു വരുന്നില്ല അല്ലേ? നമ്മളിത് യൂട്യൂബിൽ കണ്ട് പഠിക്കുന്നു, വന്നിട്ട് വീഡിയോ എടുത്ത് പിന്നെ യൂട്യൂബിൽ തന്നെ ഇടും. ട്രൈ ചെയ്യാമേ. വിരല് കഴിക്കരുത് കേട്ടോ. ഓ കീടില ഹൈപ്പിനുള്ള സാധനം ആണോ? നാളെ അടിപൊളിയായിരിക്കും രാവിലെ. അതെ, ഇതിന്റെ തന്നെ ഓറഞ്ചിന്റെ ഒരു വേർഷൻ ഉണ്ട് guys. നമ്മുടെ അടുത്തത് അതുകൊണ്ട് അത് വേറെ മുളക് പൊടി ആയിരിക്കും. അല്ല ഇന്ത്യക്ക് ഭയങ്കര ഓറഞ്ച് ഓ അത് എന്നിട്ട് മുളക് പൊടിയായിരുന്നു പറയണേ. ഗായ്സ്, കേരളം കണ്ട ബിഗ്ഗസ്റ്റ് ഫുട്ബോൾ ഗെയിമാണ് നിങ്ങൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കണേ. റയൽ മാഡ്രിഡ് വിത്ത് യദുൽ, PSG വിത്ത് നിന്റെ പേരെന്തായിരുന്നു? അജ്വദ്. 3-2 വമ്പിച്ച കളിയാണ് ഇവിടെ കളിച്ചോണ്ടിരിക്കണവര്. ഇതേ കളി കാണാൻ അന്യഗ്രഹത്തുന്ന ഒരു ജീവി റൊണാൾഡോ കെ വിൽസൺ പെണ്ണിനെ വിളിക്കാൻ വേണ്ടി പോവാണ് ആള്. നോക്കി വെറുതെ പ്ലെയേഴ്സിനെ തോറ്റൂന്ന് ഉറപ്പായപ്പോ അദ്ദേഹം തന്ത്രം ആകെ ആ പുള്ളിക്ക് ആകെ അറിയാം ടാക്കിള് ചെയ്യാനാണ്. അത് കറക്റ്റ് ആയിട്ട് ആള് ചെയ്യുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾ നോക്കിയേ, ഡുവേക്കൊക്കെ യെല്ലോ കാർഡ്. ആള് ജീവിതത്തിൽ മേടിച്ചിട്ടില്ല ടാക്കിൾ ചെയ്തിട്ട് ഒരു യെല്ലോ കാർഡ്. ഇതേതാ ഈ കുറങ്ങി. ഫ്രീ പോസ്റ്റില് കൊണ്ട് കയ്യേക്ക് അടിച്ചു കൊടുത്തു. ആരാ? വിനീഷ്യസ് ജൂനിയറിനെ വെച്ച് കളിപ്പിക്കാൻ അറിയാത്തൊരു മൊണ്ണയാണ് ഇത്. റെഡ് ഗായ്സ്, റെഡ് അതിഗംഭീര കളിയായിരുന്നു. കളഞ്ഞ ഓ എന്റെ ഫ്രീ കിക്ക് സ്കില്ല് ഞാൻ കാണിച്ചത്. ബാക്കിയാണെങ്കിൽ കളിപ്പിച്ച് ജയിപ്പിച്ചാ പിടിച്ചൊരു ഗോള്. ഞാൻ വീഡിയോ എടുത്തില്ല കേട്ടത്. ഞാൻ തൊട്ട ഗോളാണ്. ഞാൻ ഇപ്പൊ എന്ത് ചെയ്യാ? റീപ്ലേയിങ്ങിൽ വെക്കോ? 10% കളി, 90% കരച്ചില്. കണ്ണൊക്കെ നിറഞ്ഞു. കണ്ണൊക്കെ നോക്കിയേ, കണ്ണൊക്കെ നോക്കിയേ. അയ്യോ, അടുത്ത ഗോളി കളയില്ലേ കളഞ്ഞു ഗായ്സ്. 6-2. ഇദ്ദേഹം ഒരു ഗോള് 2 ഗോളല്ല, മർക്യൂസ് പോയി.
പുള്ളിക്ക് ഇതിൽ കളിക്കാറിയണത് ആകെ ഒരെണ്ണ ടാക്കിൾ അത് പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട് ഇതേ കണ്ടില്ലേ. ടാറ്റാ. ഓ നമ്മളെ കാണുന്നില്ല അല്ലെ. ടൈമായി. പെണ്ണ് ഗായ്സ് റോണി പോവാണ്. റോണിക്ക് പെണ്ണിനെ കാണാൻ സമയമായി. ടാറ്റാ. ഗായ്സ് പുതിയ തന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ട് അജ്വതിക്കയുടെ ഒരു വമ്പിച്ച കംബാക്ക് നമ്മളിവിടെ കാണും. ആള് ഗെയിം പ്ലാനിൽ കുറെ ചേഞ്ചസ് ഒക്കെ വരുത്തുന്നുണ്ട്. ഇവിടെ നിന്ന് കാണാൻ പറ്റാണോ? കൊറേ ചേഞ്ചസ് ഒക്കെ ആള് വരുത്തുന്നുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നില്ല എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നു. ഇപ്പൊ തന്നെ മേടിച്ചാട്. അയ്യോ എടാ ആളെ അഭിനയിക്കണം നോക്കി ക്യാമറ കണ്ടപ്പോ. അങ്ങനെയല്ലേ നോക്കി ഏതാ സാധനം. ഇവനാണ് ഞങ്ങ പറഞ്ഞ നടൻ. ഇവനാണ് നടൻ. ജോ എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷല്ലേ. നമ്മളെ ഇങ്ങോട്ട് വന്നാണ്. നമ്മൾ ജോസ് തിയേറ്ററിൽ എന്തിനു? ആടി 3 കാണാൻ. ഏതില് മൂടാണ്. ഏതില് സന്തോഷം നോക്കി. ഏതല്ലേ കിടന്നുറങ്ങാം. പറഞ്ഞോ, ഞാൻ കൂടെ പിടിക്കാം. ഇത് ശരിക്കും കേരളത്തിലെ ഫസ്റ്റ് തിയേറ്ററിലാട്ടോ നമ്മൾ കണ്ടിട്ടുള്ള ജോസ് തിയേറ്റർ. ഏത് മൂട്. പക്ഷെ ഇതിന് മുമ്പ് ഞാൻ പൊന്നുകര തിയേറ്റർ ഉണ്ടോ? തോന്നണേ അല്ലടാ അതൊക്കെ അടച്ചു കൂട്ടി. പൊന്നുകര മുന്നേ തിയേറ്റർ ഉണ്ട്. ഞാൻ മനസ്സേർക്കൊന്നത്തോടി അവരവിടെ. പക്ഷെ പൊന്നുകരയാണ് ആദ്യം വന്നാണ്. അത് കഴിഞ്ഞിട്ട് എവിടെയൊക്കെ വന്നിട്ടുള്ളത്. പൊന്നുക്കര വന്നു കഴിഞ്ഞിട്ടാണ് ജോസ് വന്നിട്ടുള്ളത്. എനിക്കറിയാം. കാരണം അവര് സിനിമ കാണാൻ ജോസിക്കല്ല പൊന്നുകരയാണ് പോവാറ്. ഇത്തായിണ്ടല്ലേ അല്ലടാ ഇല്ലാത്ത കാരണല്ലേ. ജോസ് തിയേറ്റർ അപ്പുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് ഇതിക്കല്ലേ വരുള്ളൂ. ഇതല്ല പടം തിയേറ്റർ. ഇന്നലത്തെ പടം എങ്ങനെയുണ്ടായി? പടം ഓർമ്മയില്ല. കാരണം നീ പോയി. ഞാനും ഫുള്ളും കണ്ടു. അജ്ജുക്ക് മാത്രമേ കണ്ടുള്ളൂ. എനിക്ക് തലവേദന എടുത്തിട്ടാണ് ഞാൻ അങ്ങനെ പിടിച്ചിരിക്കണ്ടായി. പക്ഷെ പടം എന്താ പറയാ, മോശം പറയണമെന്നില്ല. അത്ര ഗംഭീരമല്ല. ചിരിച്ചിരിക്കാൻ രാത്രി തോന്നുന്നു. ബാക്കി ചിരിക്കണ്ടായി.